ഹലോ, അസ്സലാമു അലൈക്കും. ഖൈറൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാനൊരു ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ്സ് ആയിട്ടാണ് വന്നേ. ദീപാവലി സ്വീറ്റ്സിലൊക്കെ വളരെയേറെ ടേസ്റ്റി ആയിട്ട് മുന്നിട്ട് നിൽക്കുന്ന ബാദുഷയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മിൽമ നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. നമുക്ക് അതിന് പകരം ഡാൽഡ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര്. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ചേർത്തുള്ളൂ. ഇത് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്തെങ്കിലും കട്ട എന്തെങ്കിലുമൊക്കെ പോയി കിട്ടും. നല്ല അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പിലേക്ക് ഇടുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തത്. അത് ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. പൊടിച്ചതില്ലെങ്കിൽ 2 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഇത് ഈ മാവ് അധികം ലൂസാവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണ്ട കുഴക്കാനായിട്ട്. അത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അത് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടില്ല. ഇതിങ്ങനെ ഇതായി വലിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടോ, ഇതിൻ്റെ ഈ മാവിൻ്റെ ഉൾവശം കണ്ടില്ലേ, ഇങ്ങനെ വലിഞ്ഞിട്ട് വേണം കിട്ടാൻ. ആ ഒരു പാകത്തിനാണ് ഇതിൻ്റെ ഇങ്ങനെ കുഴച്ചെടുക്കേണ്ടത്. ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ 3-4 തവണ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരു പപ്സിൻ്റെ പോലെ ഉള്ളിങ്ങനെ ലെയറായിട്ടാണ് കാണുക. അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ അധികം ബലം കൊടുക്കാതെ വേണം കേട്ടോ ചെയ്യാൻ. നമ്മുടെ മാവ് അധികം സോഫ്റ്റ് ആയി പോവരുത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം അതൊന്ന് അലിയിച്ചെടുക്കാൻ. ഇതിലേക്ക് 2 ഏലക്ക ചതച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒറ്റനൂൽ പരുവാവൊന്നും വേണ്ട, എന്നാലും ഒരു നല്ല കട്ടിയുള്ള സിറപ്പായാൽ മതി. ആ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് എത്ര സമയമായാലും കുഴപ്പമില്ല. നമ്മൾ ബാദുഷ നല്ല ടേസ്റ്റി ആയി കിട്ടുകയുള്ളൂ സമയം കൂടുന്തോറും. ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് ഒന്നുകൂടെ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ മടക്കി ഒരു 3-4 തവണ അങ്ങനെ ചെയ്തെടുക്കാം. നല്ല എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ ടൈം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. നല്ല ഇങ്ങനെ സോഫ്റ്റായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്ന രൂപത്തിൽ തന്നെ നമുക്കിത് കിട്ടും. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു 3-4 തവണ അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നമ്മൾ പിന്നെ ഇഷ്ടത്തിനുള്ള ഷേപ്പാക്കി എടുക്കാം. ഇതൊരു വട പോലെയാണ് ഇത് സാധാരണ ഉണ്ടാവാറ്. ഇനി നമുക്കിതൊന്ന്
പിന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് ഇങ്ങനെ കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമുക്കൊരു അളവൊരു കൃത്യമായിട്ട് കിട്ടുള്ളൂ. എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കൈ വെച്ചിട്ട് കൈയിൻ്റെ ഇതിൽ വെച്ചിട്ടൊന്ന് പരത്തി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതാ പിന്നെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓരോ ഉരുള ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. നടുവിലൊരു ഒരു ഹോള് പോലെ ആക്കി കൊടുക്കണം. എങ്ങനെ നമുക്ക് എല്ലാ മാവും ഇങ്ങനെ ചെയ്തെടുക്കാം. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ബാദുഷ എണ്ണയിലേക്ക് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റണം കേട്ടോ. എന്നിട്ട് സാവധാനം തിരിച്ചു മറിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. ഒരല്പം ടൈം എടുത്തിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മളിത് ഫ്രൈ ചെയ്ത് നേരെ ഷുഗർ സിറപ്പിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആ സിറപ്പിനൊരു ഇളം ചൂട് വേണം കേട്ടോ. എങ്കിലേ ഈ മധുരമെല്ലാം ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ എല്ലാം ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായ ബാദുഷ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.